നമസ്കാരം. നമ്മൾ കോഓപ്പറേറ്റീവ് അക്കൗണ്ടിങ്ങിൻ്റെ മൊഡ്യൂൾ 3 ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഒറ്റ പാർട്ട് മാത്രമായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഒരു വലിയ ചാപ്റ്ററൊന്നുമല്ല, മൊഡ്യൂളൊന്നുമല്ല, തന്നെ നമുക്ക് വേഗത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൂടിയാണ് ഈ മൊഡ്യൂളിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ഒരു വീഡിയോയിൽ തന്നെ ചെയ്തു തീർക്കാം എന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ തേർഡ് മൊഡ്യൂളിൻ്റെ പേര് ട്രയൽ ബാലൻസ് എന്നാണ്. ട്രയൽ ബാലൻസ്. അപ്പോൾ ഈ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രയൽ ബാലൻസ് അല്ലെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ തയ്യാറാക്കാം അതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ളൊരു ചോദ്യം എന്ന് വെച്ചാൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ ആ ചോദ്യത്തിൻ്റെ സ്കീം നോക്കുമ്പോൾ 4 മാർക്കിൻ്റെ സെക്ഷനിലാണ് ഇത്തരം ഒരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ നമ്മളപ്പോൾ ഇത് പഠിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ 4 മാർക്കിൻ്റെ സെക്ഷനിലെ പ്രോബ്ലങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്താണ് ട്രയൽ ബാലൻസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. ട്രയൽ ബാലൻസ് ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ ട്രയൽ ബാലൻസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ ആദ്യമായല്ല കേൾക്കുന്നത്. നമ്മൾ +1 ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ട്രയൽ ബാലൻസ് എന്താണെന്ന് വളരെ വൃത്തിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ട്രയൽ ബാലൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ട്രയൽ ബാലൻസിനെ ഒരു അക്കൗണ്ടിൻ്റെ രീതിയിലല്ല അല്ലെങ്കിൽ അക്കൗണ്ടായിട്ടല്ല പരിഗണിക്കുന്നത്. പകരം ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് അതൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സമ്മറി ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ് എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ട്രയൽ ബാലൻസ് എന്ന് വെച്ചാൽ എന്താണ്? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ ദ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ് പ്രിപ്പയർഡ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മൾ ഒരു സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടൻ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് വർക്കുകൾ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത് അവിടുത്തെ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നത് ജേണലിലാണ്. റെക്കോർഡ് ചെയ്തതിന് ശേഷം ആ ട്രാൻസാക്ഷനുകളെ നമ്മൾ എന്ത് ചെയ്യും? ലെഡ്ജറൈസ് ചെയ്യും, ലെഡ്ജറിലേക്ക് മാറ്റി എഴുതും. അപ്പോൾ ജേണൽ എഴുതി, ലെഡ്ജർ എഴുതിയതിന് ശേഷം നമ്മൾ ലെഡ്ജർ പോസ്റ്റിംഗ് കഴിഞ്ഞാൽ നമ്മൾ ലെഡ്ജർ ബാലൻസിങ് ആണല്ലോ. അപ്പോൾ ലെഡ്ജർ ബാലൻസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകൾക്കും എന്തുണ്ടാവും? ഒരു ബാലൻസ് ഉണ്ടാവും. ഈ ബാലൻസുകൾ എടുത്തെഴുതുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുക. അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ട്രയൽ ബാലൻസ് ഈസ് എ സമ്മറി ഓഫ് ബാലൻസസ് ഓഫ് ഓൾ അക്കൗണ്ട്സ് റെക്കോർഡിംഗ് ഇൻ ദ ലെഡ്ജർ. അപ്പോൾ ലെഡ്ജറിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ടുകളുടെയും ബാലൻസുകൾ കാണിക്കുന്ന ഒരു സമ്മറി, അതല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് എന്ത് പറയാൻ കഴിയും? ട്രയൽ ബാലൻസ് എന്ന് പറയാൻ കഴിയും. ഈ ട്രയൽ ബാലൻസിൽ പ്രധാനമായിട്ടും 2 ക്യാഷ് കോളമാണുള്ളത്. നമുക്കറിയാം, നോർമലി നമ്മൾ +1 പഠിക്കുമ്പോൾ പർട്ടിക്കുലർ ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, അങ്ങനെയാണ് നമ്മളതിൻ്റെ കാണിക്കുന്നത്. അപ്പോൾ 2 ക്യാഷ് കോളം ഉണ്ട്. അതിൽ ഒരു ക്യാഷ് കോളം 1 ഫോർ ഡെബിറ്റ് ബാലൻസസ് ആൻഡ് 1 ഫോർ ക്രെഡിറ്റ് ബാലൻസസ്. അപ്പം ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾക്ക് ഒരു കോളവും ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകൾക്ക് അടുത്ത കോളവും, അങ്ങനെ 2 കോളംസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ടു അസർട്ടൈൻ വെദർ ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ബാലൻസ് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് ബാലൻസസ്. എന്ന് വെച്ചാൽ നമ്മളൊരു ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് കോളവും ക്രെഡിറ്റ് കോളവും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഒരേ എമൗണ്ട് വരണം. നമ്മൾ പറയുന്നത് ടാലി ആവണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് കോളവും ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് കോളവും തമ്മിൽ കൂട്ടി നോക്കുമ്പോൾ ഒരേ എമൗണ്ട് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആൻഡ് ഇഫ് സോ എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ, എന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിലെ കോളവും ക്രെഡിറ്റ് സൈഡിലെ കോളവും ഒരേപോലെ ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാൻ കഴിയും? ദ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ആർ ടേക്കൺ ആസ് റീസണബിളി കറക്റ്റ്. നമ്മൾ അക്കൗണ്ടിങ് റെക്കോർഡ്സൊക്കെ കൃത്യമായിട്ടാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ടാണ് എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാകും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്താണ് ട്രയൽ ബാലൻസ് എന്ന് ഉള്ള കാര്യങ്ങളിൽ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിലുള്ള ഒബ്ജക്റ്റീവ്സാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് സമയങ്ങളിലൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്, എങ്കിലും ഒന്നുകൂടെ പറഞ്ഞേക്കാം. ടു അസർട്ടൈൻ അരിത്തമാറ്റിക്കൽ ആക്യുറസി ഓഫ് ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർഡ്. നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന
ലെഡ്ജർ അക്കൗണ്ടുകളുടെ അരിത്തമാറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കലാണ് ഒന്നാമത്തെ ഉദ്ദേശം. രണ്ടാമത്തത് ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് എന്ന് വെച്ചാൽ എററുകൾ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കൽ ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവായിട്ട് പറയുന്നുണ്ട്. അതേപോലെ ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടും എന്തുപയോഗിക്കാറുണ്ട്? ഈ ട്രയൽ ബാലൻസ് ഉപയോഗിക്കാറുണ്ട്. അത് നമുക്കറിയാം, നമ്മൾ പ്ലസ് വണ്ണിനായാലും അതേപോലെ നമ്മൾ ഡിഗ്രി പഠിക്കുമ്പോൾ അതിൻ്റെ സെക്കൻഡ് സെമസ്റ്ററിലെ ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡർ പഠിക്കുമ്പോഴായാലും നമ്മൾ അവിടുത്തെ ചോദ്യമായിട്ട് നമുക്ക് തരുന്നത് എന്താണ്? ട്രയൽ ബാലൻസ് ആണ് തരുന്നത്. ട്രയൽ ബാലൻസും അഡ്ജസ്റ്റ്മെൻറ്റും തന്നിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഒക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, ഒരു സ്ഥാപനത്തിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിൽ അതിനകത്ത് എന്തൊക്കെ ഉൾക്കൊള്ളാം? ട്രേഡിംഗ് അക്കൗണ്ട് വരാം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരാം, ബാലൻസ് ഷീറ്റ് വരാം. ഇവയെല്ലാം കൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അതെന്തൊക്കെയാണ്? ഒന്ന്, ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതിൻ്റെ അരിത്തമാറ്റിക്കൽ ആക്യുറസി മനസ്സിലാക്കാൻ കഴിയും, അതേപോലെ എററുകളെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും, ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും കഴിയും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറയുന്നത് ട്രയൽ ബാലൻസിൻ്റെ ഒരു ജനറൽ ആസ്പെക്റ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മൾ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ട്രയൽ ബാലൻസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, ഇനി പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ട്രയൽ ബാലൻസ് ഈസ് നോൺ ആസ് ദ റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു പ്രാഥമിക സഹകരണ സംഘമാണെങ്കിൽ ഈ പ്രാഥമിക സഹകരണ സംഘങ്ങളുടെ ട്രയൽ ബാലൻസിനെ നമ്മൾ എന്തെന്നാണ് അറിയപ്പെടുന്നത്? റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും. R&D എന്നാണ് പറയുക. R&D, റെസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുക. അപ്പോൾ നിങ്ങളത് കേട്ടിട്ടുണ്ട്. ഞാൻ വേറൊരു തരത്തിൽ പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നതിന് പകരം നമുക്ക് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വേണമെങ്കിലും പറയാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയുമ്പോൾ തന്നെ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റിലാണ് വരയ്ക്കുന്നത്. അവിടെ രണ്ട് സൈഡുകളുണ്ടാവും. ഒരു സൈഡ് അല്ലെങ്കിൽ നമ്മൾ ഡെബിറ്റ് എന്ന് പറയുന്ന ആ ഇടത് സൈഡിൽ നമ്മൾ റെസീപ്റ്റും വലത് സൈഡിൽ നമ്മൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്ബേഴ്സ്മെൻറ്റുകളുമാണ് കാണിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇൻ എ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി ട്രയൽ ബാലൻസ് ഈസ് നോൺ ആസ് എ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ട്രയൽ ബാലൻസിനെ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ദിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ക്ലാസിഫൈഡ് ആൻഡ് കൺസോളിഡേറ്റഡ് സമ്മറി ഓഫ് ഓൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ആസ് റെക്കോർഡഡ് ഇൻ ദ ഡേ ബുക്ക്. അപ്പോൾ ഒരു ഡേ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു എൻട്രികളുണ്ടല്ലോ, ആ എൻട്രികളുടെ ഒരു സമ്മറി ആയിട്ടാണ് നമ്മൾ എന്ത് തയ്യാറാക്കുന്നത്? ഒരു റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്നത്. ഇറ്റ് സെർവ് ആസ് ദ ബേസിസ് ഓഫ് ദ പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒരു അടിസ്ഥാനമായി നമ്മൾ കാണുന്നത് ആരെയാണ്? നമ്മളുടെ ട്രയൽ ബാലൻസിനെയാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി നമുക്ക് അപ്പോൾ അത്രയാണ് നമ്മൾ ട്രയൽ ബാലൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോണത് ഈ ട്രയൽ ബാലൻസിൻ്റെ ഒരു പ്രൊഫോമയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപം എങ്ങനെയാണ് എന്നാണ് പറയുന്നത്. ഈ രൂപമൊന്നും നമുക്ക് യഥാർത്ഥത്തിൽ ഇനി പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പലതവണയായി കണ്ട് ശീലിച്ചിട്ടുള്ള നമ്മൾ +1 മുതൽ നമ്മൾ ഡിഗ്രിയുടെ പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് കണ്ട് പഠിച്ചിട്ടുള്ള ഒരു ഫോർമാറ്റാണത്. അപ്പോൾ നോക്കൂ, റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെയാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രൊഫോമയാണ് കിടക്കുന്നത്. അറിയാമായിരിക്കുമല്ലോ, നമുക്ക് രണ്ട് സൈഡാണുള്ളത്. റെസീപ്റ്റ് സൈഡും ഉണ്ട്, പേയ്മെൻറ്റ് സൈഡും ഉണ്ട്. അപ്പോൾ ഇടത് സൈഡിൽ കാണുന്ന സൈഡ് എന്ന് പറയുന്നത് റെസീപ്റ്റാണ്, വലത് സൈഡിൽ കാണുന്ന സൈഡ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് സൈഡാണ്. അപ്പോൾ റെസീപ്റ്റിലും പേയ്മെൻറ്റിലും നമ്മൾ പർട്ടിക്കുലറും ഉണ്ട്, എമൗണ്ടും ഉണ്ട്. നമ്മൾ ഈ സീരിയൽ നമ്പർ എന്ന് ഇടുന്നതിന് പകരം നമ്മൾ സീരിയൽ നമ്പർ എന്ന് ഇട്ട് പോയാൽ മതിയാകും. കാരണം നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസ് ആണല്ലോ എഴുതുന്നത്. അപ്പോൾ നമുക്ക് ഡേറ്റ് ഇട്ട് എഴുതേണ്ട കാര്യമില്ല. നമ്മൾ 1 2 3 എഴുതിയാലും മതിയാവും. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, റെസീപ്റ്റും ഉണ്ട്, പേയ്മെൻറ്റും ഉണ്ട്. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ നമ്മൾ എന്തായിരിക്കും എഴുതുന്നത്? റെസീപ്റ്റ് സൈഡിൽ ഒരു സ്ഥാപനത്തിലേക്ക് ഫണ്ട് എവിടെ നിന്നൊക്കെ വരുന്നു അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ട്, ആ റിസീവ് ചെയ്യുന്ന എല്ലാത്തരം എമൗണ്ടുകളും നമ്മൾ ആ റെസീപ്റ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതേപോലെ നമ്മുടെ സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് പൈസ എവിടേക്കൊക്കെ പോകുന്നു, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി ഫണ്ട് ചെലവഴിക്കുന്നു, അത്തരം കാര്യങ്ങളെല്ലാം കാണിക്കുന്നത് എവിടെയാണ്? അതിൻ്റെ പേയ്മെൻറ്റ് സൈഡിലാണ്. അപ്പോൾ റെസീപ്റ്റ് സൈഡും ഉണ്ട്, പേയ്മെൻറ്റ് സൈഡും ഉണ്ട്.
അപ്പോൾ ഈ അപ്പോൾ ഒന്നുകൂടി പറഞ്ഞുതരാം, വേറൊന്നും ഇല്ല ഇതിനകത്ത്. നമ്മളൊരു കാര്യം നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ഐറ്റം എന്നോ റവന്യൂ ഐറ്റം എന്നോ ഒന്നും ഉള്ള എന്തില്ല, ആ ഒരു തരത്തിലുള്ള വേർതിരിവുമില്ല. ഏതുതരം റെസിപ്റ്റുകളായാലും ഏതുതരം പേയ്മെൻറ്റുകളായാലും നമ്മൾ എവിടെ കാണിക്കും? ഈ റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് ഫണ്ട് വരുന്നതാണെങ്കിൽ നമ്മൾ റെസിപ്റ്റ് സൈഡിലും, സൊസൈറ്റിയിൽ നിന്ന് പോകുന്നതാണെങ്കിൽ നമ്മൾ എവിടെ കാണിക്കുകയും ചെയ്യും? പേയ്മെൻറ്റ് സൈഡിലും കാണിക്കും എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയൊരു പ്രോബ്ലമൊക്കെ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഒറ്റ പ്രോബ്ലമാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്കത് ഇനിയും പ്രോബ്ലം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് മുമ്പിട്ടായിട്ട് 1-2 പ്രോബ്ലങ്ങൾ കൂടി ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ചോദ്യം നോക്കൂ. ഫ്രം ദ ഫോളോയിങ് ഡീറ്റെയിൽസ് പ്രിപ്പയർ റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് എക്സ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2018. അപ്പോൾ താഴെ തന്നിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് എക്സ് അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഒരു റെസിപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കാനാണ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ അവിടെ ഇങ്ങനൊരു ചോദ്യം നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി എടുക്കേണ്ടത്, ഇതിൽ ഏതൊക്കെയാണ് റെസിപ്റ്റുകൾ, ഏതൊക്കെയാണ് പേയ്മെൻറ്റുകൾ എന്ന് ആദ്യമേ മനസ്സിലാക്കണം. അത്യാവശ്യം ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആദ്യമേ ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഓരോ ഐറ്റത്തിൻ്റെ അടുത്തും റെസിപ്റ്റ് ആണെങ്കിൽ ആറും പേയ്മെൻ്റ് ആണെങ്കിൽ പിയും ഇട്ടങ്ങ് വെച്ചേക്കണം. എന്നിട്ട് നമ്മൾ ഓരോ ഐറ്റംസും എഴുതുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം? ഓരോ ഐറ്റവും ടിക്ക് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റവും എപ്പോഴും കിടന്ന് വായിക്കേണ്ട കാര്യമില്ല. നമ്മൾ എടുക്കുന്ന ഐറ്റം നമുക്ക് പിന്നെ നോക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കൂ, ഷെയർ ക്യാപിറ്റൽ കളക്റ്റഡ് എന്ന് പറയുന്നൊരു ഐറ്റം കണ്ടാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഷെയർ ക്യാപിറ്റൽ നമ്മൾ എന്ത് ചെയ്തു? ഷെയർ ഇഷ്യൂ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് പൈസ ഇങ്ങോട്ട് വരികയാണോ അതോ പൈസ അങ്ങോട്ട് പോവുകയാണോ എന്ന് നോക്കണം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്യാഷ് ഇങ്ങോട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കളക്റ്റഡ് എന്ന് പറയുന്ന ഐറ്റം അതെന്താണ്? അത് നമ്മുടെ റെസിപ്റ്റാണ്. അപ്പോൾ അതെവിടെ കാണിക്കണം? റെസിപ്റ്റ് സൈഡിൽ കാണിക്കേണ്ട ഐറ്റമാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കളക്റ്റഡ് റെസിപ്റ്റ് സൈഡാണ്. ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുത്തു, പേയ്മെൻ്റ് ആണ്. പെയ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? പേയ്മെൻ്റ് ആണ്. അപ്പോൾ അത് ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ കളക്റ്റഡ് റെസിപ്റ്റ് സൈഡ്, ഷെയർ ക്യാപിറ്റൽ പെയ്ഡ് പേയ്മെൻറ്റ് സൈഡാണ്. ഇനി അടുത്തായിട്ട് നോക്കിയേ, ഡെപ്പോസിറ്റ്സ് കളക്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? മെമ്പേഴ്സ് ആയാലും നോൺ മെമ്പേഴ്സ് ആയാലും ചിലപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് എന്ത് വരികയാണ്? ഫണ്ട് വരികയാണ്. അപ്പോൾ ഡെപ്പോസിറ്റ്സ് കളക്റ്റഡ് എന്ന് വെച്ചാൽ എന്താണ്? അത് റെസിപ്റ്റാണ്. ഡെപ്പോസിറ്റ്സ് പെയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡെപ്പോസിറ്റ്സ് പെയ്ഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ ഐറ്റത്തിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ്. ഡെപ്പോസിറ്റ് കളക്റ്റഡ് എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് ഇങ്ങോട്ട് വന്നു. ഡെപ്പോസിറ്റ്സ് പെയ്ഡ് എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാർക്ക് കുറച്ച് പൈസ തിരികെ അങ്ങോട്ട് കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഡെപ്പോസിറ്റ് പെയ്ഡ് പേയ്മെൻ്റ് ആണത്. അപ്പോൾ അത് പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കണം. ബോറോയിങ്സ് ഫ്രം DCB എന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്. അപ്പോൾ ബോറോയിങ്സ് ഫ്രം ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കടം വാങ്ങിച്ചു. കടം ആണെങ്കിൽ പോലും ആ ഫണ്ട് എങ്ങോട്ടേക്കാണ് വരുന്നത്? നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ആ 7,15,000 എന്ന് പറയുന്ന എമൗണ്ട് റെസിപ്റ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന എമൗണ്ടാണ്. അപ്പുറത്ത് നോക്കിയേ, ബോറോയിങ്സ് റീപെയ്ഡ് ടു DCB എന്താണ്? ഡിസ്ട്രിക്റ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിലേക്ക് ആ ഫണ്ട് എന്ത് ചെയ്തു? നമ്മൾ റീപേ ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ് അതിനർത്ഥം? അങ്ങോട്ട് പോവുകയാണ്. അങ്ങോട്ട് പോകുമ്പോൾ അതിനെ നമ്മൾ ഏത് സൈഡിലാണ് കാണിക്കേണ്ടത്? പേയ്മെൻറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. അടുത്ത ലോൺസ് ടു മെമ്പേഴ്സിന് ലോൺ കൊടുക്കുന്നു. മെമ്പർമാർക്ക് ലോൺ കൊടുക്കുക എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സൊസൈറ്റിയിലുള്ള പൈസ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് വഴിയെ കളക്ട് ചെയ്തേക്കുന്ന പൈസ അത് വേണ്ടുന്ന ആളുകൾക്ക് ലോണായിട്ട് കൊടുക്കുന്നു. ലോണായിട്ട് കൊടുക്കുമ്പോൾ ഫണ്ട് ഇങ്ങോട്ട് വരികയാണോ അങ്ങോട്ട് പോവുകയാണോ ചെയ്യുന്നത്? ലോൺ കൊടുക്കുമ്പോൾ ഫണ്ട് എന്താണ്? നമ്മുടെ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വെളിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഏതിൻ്റെ ഇതിലപ്പെടുത്തേണ്ടുന്നത്? റെസിപ്റ്റ് ആണോ പേയ്മെൻ്റ് ആണോ? ലോൺസ് ടു മെമ്പേഴ്സ് എന്ന് പറയുന്നത് പേയ്മെൻ്റ് ആണ്.
ലോൺസ് റീപെയ്ഡ് ബൈ മെമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, ഈ ലോൺ മേടിച്ചുകൊണ്ട് പോയ ആളുകൾ എന്ത് ചെയ്തു, ആ പൈസ തിരികെ അടയ്ക്കുന്നു. തിരികെ അടയ്ക്കുമ്പോൾ പൈസ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അതെന്താണ്, റെസീപ്റ്റ് ആണ്. ഇനി അടുത്ത 2 ഐറ്റം കണ്ടോ, അഡ്വാൻസ് ഡ്യൂ ബൈ ക്രെഡിറ്റ് ബാലൻസ്, അഡ്വാൻസ് ഡ്യൂ ടു ക്രെഡിറ്റ് ബാലൻസ്. ഇപ്പുറത്തും അതേപോലെ അഡ്വാൻസ് ഡ്യൂ ബൈ ഡെബിറ്റ് ബാലൻസ്, അഡ്വാൻസ് ഡ്യൂ ബൈ ഡെബിറ്റ് ബാലൻസ്. അപ്പോൾ ഈ 2 ഐറ്റം നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ 2 ഐറ്റം ഇങ്ങനെ പഠിച്ചു വെക്കണം. ഇപ്പോൾ അഡ്വാൻസ് ഡ്യൂ ബൈ ആയാലും അഡ്വാൻസ് ഡ്യൂ ടു ആയാലും അതിൻ്റെ ക്രെഡിറ്റ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനെ റെസീപ്റ്റ് ആയിട്ട് കണക്കാക്കും. ഡെബിറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കും. അങ്ങനെ പഠിച്ചു വെക്കണം. അഡ്വാൻസ് ഡ്യൂ ബൈ ആയാലും അഡ്വാൻസ് ഡ്യൂ ടു ആയാലും അതിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് ആണ് നമ്മൾ കാണിക്കുന്നതെങ്കിൽ അത് റെസീപ്റ്റ് സൈഡിൽ കാണിക്കണം. അഡ്വാൻസ് ഡ്യൂ ബൈ ആയാലും അഡ്വാൻസ് ഡ്യൂ ടു ആയാലും അതിൻ്റെ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ കാണിക്കണം, അത് പേയ്മെൻറ്റ് സൈഡിലും കാണിക്കണം. അതേപോലെ മിസലേനിയസ് ഇൻകം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്, റെസീപ്റ്റ് ആണ്. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ, ഇൻട്രസ്റ്റ് ഓൺ ഓവർ ഡ്യൂ എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് കടം എന്താണ്, നമുക്കിടയിൽ നിന്ന് ലോൺ മേടിച്ചുകൊണ്ട് പോയിട്ട് കൃത്യസമയങ്ങളിലായിട്ട് എന്ത് തന്നിട്ടില്ല, നമുക്ക് തിരികെ പേയ്മെൻറ്റ് നടന്നിട്ടില്ല. അത്തരം ലോണുകളെ നമ്മൾ ഓവർ ഡ്യൂ ലോണുകൾ എന്നാണ് പറയുന്നത്. ആ ഓവർ ഡ്യൂ ലോണുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടുന്ന ഇൻട്രസ്റ്റ് അത് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെ നമ്മൾ എവിടെ കാണിക്കണം, റെസീപ്റ്റ് സൈഡിൽ കാണിക്കണം. ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് റിസീവ്ഡ്, എന്താണ് നമ്മൾ ലോൺസ് റിസീവ്ഡ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ലോൺ എന്ത് ചെയ്യുന്നു, നമുക്ക് ലോൺ കൊടുത്തതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ അത് കിട്ടുമെന്ന് പറയുമ്പോൾ അതെന്താണ്, അത് റെസീപ്റ്റ് സൈഡിൽ കാണിക്കേണ്ടുന്ന ഐറ്റമാണ്. അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബാങ്ക്, നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചില കൊമേഴ്ഷ്യൽ ബാങ്കുകളിലൊക്കെ നമ്മൾ അക്കൗണ്ട് എടുത്തിട്ട് ഈ ഓർഗനൈസേഷൻ, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി അക്കൗണ്ട് എടുത്തിട്ട് കുറച്ച് പൈസയൊക്കെ എവിടെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്, ഈ കൊമേഴ്ഷ്യൽ ബാങ്കുകളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിലോ ഒക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെ അതാണ് ആ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ പേയ്മെൻ്റ് ആണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഫണ്ട് അങ്ങോട്ട് പോവുകയാണ്. ഇനി വിഡ്രോവൽസ് ഫ്രം ബാങ്ക് എന്ന് വെച്ചാലോ, വിഡ്രോവൽസ് ഫ്രം ബാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൽ നിന്ന് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിഡ്രോ ചെയ്യുന്നു. ആ വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഫണ്ട് ഇങ്ങോട്ട് വരുന്നതിനെ നമ്മൾ എന്ത് പറയും, റെസീപ്റ്റ് എന്ന് പറയും. ഫർണിച്ചർ എന്ന് വെച്ചാൽ എന്താണ്, ഫർണിച്ചർ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോവുകയോ ചെയ്യുന്നത്, അതെന്താണ്, പേയ്മെൻ്റ് ആണ്. ഇനി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് എന്ന് വെച്ചാൽ എന്താണ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് എന്ന് വെച്ചാൽ നമ്മൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അങ്ങനെയുള്ളൊരു ചാർജാണത്. അപ്പോൾ അതെന്താണ്, അത് നമ്മുടെ പേയ്മെൻ്റ് ആണ്, പേയ്മെൻറ്റ് സൈഡിൽ കാണിക്കേണ്ടതാണ്. ഇനി ഓപ്പണിംഗ് ബാലൻസസ് ഓഫ് ക്യാഷ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ആ വർഷത്തിൻ്റെ ഓപ്പണിംഗ് ഡേറ്റിൽ എത്ര രൂപ ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇനി നമ്മൾ അതിൻ്റെ ആൻസേഴ്സിലോട്ട് പോകുമ്പോൾ നമ്മൾ നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് വരയ്ക്കണം. ആ ഫോർമാറ്റിൽ വരയ്ക്കുമ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത്, റെസീപ്റ്റ് സൈഡും ഉണ്ട് എമൗണ്ട് കോളം, പേയ്മെൻറ്റ് സൈഡുണ്ട് എമൗണ്ട് കോളം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റെസീപ്റ്റുകളെല്ലാം ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നതായിട്ടുണ്ട്, പേയ്മെൻറ്റുകളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ റെസീപ്റ്റ് സൈഡിൽ റെസീപ്റ്റ് ആയിട്ടുള്ള എമൗണ്ടുകളെല്ലാം നമ്മൾ റെസീപ്റ്റ് സൈഡിൽ എഴുതി വെക്കുന്നു. പേയ്മെൻറ്റ് സൈഡിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് എഴുതി വെക്കുന്നു, പേയ്മെൻറ്റിൽ എഴുതി വെക്കുന്നു. എന്നിട്ട് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ കോളേജിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഈ ഓപ്പണിംഗ് ബാലൻസും കൂടെ റെസീപ്റ്റ് സൈഡിൽ തന്നെ കാണിച്ചിട്ട് ബാലൻസ് ചെയ്യുന്ന രീതിയിലായിരിക്കും പഠിപ്പിക്കുന്നത്. ഞാൻ ഇപ്പോൾ പറയുന്നത് നമ്മുടെ ഈ ഒരു സ്ലൈഡിൽ കാണിക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ചോദ്യത്തിൽ നോക്കിയിട്ട് റെസീപ്റ്റുകളെല്ലാം എടുത്ത് എഴുതുന്നു, പേയ്മെൻറ്റുകളെല്ലാം എടുത്ത് എഴുതി വെക്കുന്നു. എടുത്തെഴുതിയിട്ട് രണ്ട് എമൗണ്ടുകളോളം ടോട്ടൽ ചെയ്യുന്നു. ഇവിടെ നമ്മൾ 2 എമൗണ്ടുകളോളം ടോട്ടൽ ചെയ്യുമ്പം ഒരിടത്ത് 34,63,500 അടുത്തടുത്ത് 31,17,000 കിട്ടുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അത്രയും കാര്യങ്ങളിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് എടുത്ത് എഴുതുന്നില്ല. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് നമ്മൾ എന്ത് ചെയ്യുന്നു, ടോട്ടലിന് താഴെ എഴുതുന്നു. ടോട്ടലിന് താഴെ എഴുതുമ്പോൾ 9,500 നമ്മൾ ടോട്ടലിന് താഴെ എഴുതിയിട്ട് 34,63,500 9,500 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 34,73,000 കിട്ടുന്നു. ഈ 34,73,000 എന്ത് ചെയ്യുന്നു, പേയ്മെൻറ്റ് സൈഡിലെ ടോട്ടൽ കോളത്തിൽ എഴുതുന്നു.
എന്നിട്ട് ഈ 34,73,000 നിന്ന് 31,17,000 കുറയ്ക്കുന്നു. അപ്പം നമുക്ക് എത്ര കിട്ടും അവിടെ ബാലൻസ് ആയിട്ട് കിട്ടുന്നത്? 3,56,000 എന്ന് കിട്ടും. അപ്പോൾ ഈ 3,56,000 അവിടുത്തെ ക്ലോസിംഗ് ബാലൻസ് അല്ലെങ്കിൽ ബാലൻസിങ് ഫിഗർ ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കുക. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമ്മൾ റെസീപ്റ്റ് സൈഡ് ടോട്ടൽ ചെയ്ത് വെക്കുന്നു, പേയ്മെൻറ്റ് സൈഡും ടോട്ടൽ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കാണിക്കുന്നത് എവിടെയാണ്? റെസീപ്റ്റ് സൈഡിൽ കാണിക്കും. എന്നിട്ട് റെസീപ്റ്റ് സൈഡിലെ ടോട്ടലിനോടൊപ്പം ഓപ്പണിംഗ് ബാലൻസും കൂടെ ആഡ് ചെയ്ത് അവിടെ എഴുതുന്നു. അതേപോലെ തന്നെ അതേ ടോട്ടൽ നമ്മൾ എവിടെയും കാണിക്കുന്നു, പേയ്മെൻറ്റ് സൈഡിലും കാണിച്ചിട്ട് ആ ടോട്ടലിൽ നിന്ന് ടോട്ടൽ പേയ്മെൻറ്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ക്ലോസിംഗ് ബാലൻസ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ കണക്കുകൾ ചെയ്തു പോകുന്നത് കേട്ടോ. ഇതേ രീതിയിലാണ് നമ്മളെല്ലാ കണക്കുകളും ചെയ്തു പോകുന്നത്. അതുകൊണ്ട് തന്നെ അപ്പോൾ പുതിയതായിട്ടൊരു രീതി നമുക്ക് പഠിപ്പിക്കാനില്ല. റെസീപ്റ്റുകളെല്ലാം റെസീപ്റ്റ് സൈഡിൽ എഴുതുന്നു, പേയ്മെൻറ്റുകളെല്ലാം പേയ്മെൻറ്റ് സൈഡിൽ എഴുതുന്നു, എന്നിട്ട് ഓപ്പണിംഗ് ബാലൻസ് എടുത്ത് എഴുതുന്നു, എന്നിട്ട് ബാലൻസ് ചെയ്ത് ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ കണക്കുകളെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരു പ്രോബ്ലത്തിൽ അതങ്ങ് നിർത്തുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതിയാവും. നമുക്ക് ആ കണക്ക്